സത്യത്തില് ആദ്യകാലങ്ങളിൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഭക്ഷ്യ വെളിച്ചെണ്ണയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങൾ, അതായത് വെളിച്ചെണ്ണയുടെ ഉൽപ്പാദന രാജ്യങ്ങൾ എല്ലാം ജപ്പാൻ കീഴ്പ്പെടുത്തുകയും ഈ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വെളിച്ചെണ്ണ സപ്ലൈ ചെയിൻ നിന്നുപോയി. അപ്പോൾ അവർക്ക് ഭക്ഷ്യ വേറെ സോഴ്സ് എന്ന നിലയിലാണ് സൺഫ്ലവർ ഓയിൽ, സോയ ഓയിലൊക്കെ വ്യവസായ ഉണ്ടാക്കുകയും ചെയ്യപ്പെട്ടത്. അപ്പം സൺഫ്ലവർ പെട്ടെന്ന് കൃഷി ചെയ്ത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ശരിക്കും വന്നത്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തേങ്ങ വെളിച്ചെണ്ണ രണ്ടാമത് തിരിച്ചു വന്നു. അപ്പോൾ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വ്യവസായങ്ങൾ തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നപ്പോൾ അവർ തേങ്ങയെ പറ്റിയുള്ള പുതിയ പുതിയ കഥകൾ, കിംവദന്തികൾ ഒക്കെ മാർക്കറ്റിലേക്ക് ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ ഇത് ആരോഗ്യത്തിന് വളരെ മോശമാണെന്നും ഇത് ബഹിഷ്കരിക്കപ്പെടേണ്ട സാധനമാണെന്നുള്ള വലിയ പ്രൊപ്പഗൻഡ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ലോകരാജ്യങ്ങളിൽ മുഴുവൻ വെളിച്ചെണ്ണ ഉപയോഗം സ്വാഭാവികമായിട്ടും, മെഡിക്കൽ സയൻസ് പറയുന്നതാണല്ലോ, സ്വാഭാവികമായിട്ട് വളരെ പിന്നോക്കം പോയി. പക്ഷേ ഇന്ന് ലോകം ഏറ്റവും നല്ല ഭക്ഷ്യ വെളിച്ചെണ്ണയാണെന്നും ലോകത്തെ ഏറ്റവും നല്ല സൂപ്പർ ഫുഡിലൊന്ന് തേങ്ങയാണെന്നൊക്കെ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്.